ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൊക്കെയാണ്? മിക്ക ആളുകളും ബിസിനസ്സുകാരാണല്ലേ. ഇപ്പൊ നമ്മുടെ ഇലോൺ മസ്കിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പേസ് എക്സ്, ടെസ്ല പോലുള്ള കമ്പനിയുടെ ഇലോൺ മസ്കിന്റെയാണ്. പിന്നെ ലൂയി വിറ്റാൻ പോലുള്ള ലക്ഷറി ബ്രാൻഡുകളുടെ ഓണറാണ് ബെർണാർഡ് അർണോൾഡ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മിക്ക ആളുകളും ബിസിനസ്സുകാരാണല്ലേ. അപ്പോൾ ഇതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാകാൻ പോകുന്ന ബിസിനസ് പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവർ നമ്മുടെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്തോ, അവർക്ക് തയ്ച്ചു കൊടുത്തോ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബിസിനസ് ചെയ്തവർ മാത്രമല്ല ലോകത്തിൽ കോടീശ്വരന്മാർ അല്ലെങ്കിൽ പണക്കാരായിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ ഒരു പ്രത്യേകമായിട്ട് ഒരാളുണ്ട്. ആളുടെ പേരാണ് വാരൻ ബഫറ്റ്. പുള്ളിക്കാരൻ ഇതുപോലെ ബിസിനസ് ചെയ്തിട്ടല്ല, പകരം വലിയ വലിയ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ നടത്തിയിട്ടാണ് $150 ബില്യൺ ആസ്തി ഉണ്ടാക്കിയെടുത്തത്. $150 ബില്യൺ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 13 ലക്ഷം കോടി രൂപ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഈ പുള്ളിക്കാരനെ പോലെ നിക്ഷേപങ്ങൾ നമുക്ക് നടത്തി തുടങ്ങിയാലോ? അതിന് പറ്റിയ സമയമാണ്. ഇപ്പൊ 2026 തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിൽ നിന്ന് $1 പോലും നഷ്ടപ്പെടാതെ, അതായത് ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് നിക്ഷേപിക്കാനാണോ നിങ്ങൾക്ക് താല്പര്യം? ഇനി അതിന്റെ കൂടെ ഇന്ത്യയിലെ ടോപ്പ് 50 കമ്പനികൾ, അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് നല്ല ലാഭവിഹിതം കൊടുക്കുന്ന ഇന്ത്യയിലെ ടോപ്പ് 50 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്താലോ? ഇങ്ങനെ രണ്ട് കാര്യത്തിനും താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെയും മെറ്റ് ലൈഫും ചേർന്നിട്ടുള്ള PNB മെറ്റ് ലൈഫിന്റെ BSE 500 ഡിവിഡൻഡ് ലീഡേഴ്സ് 50 ഇൻഡെക്സ് ഫണ്ട് NFO ആണ് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ജനുവരി 30 വരെ, അതായത് ഇനി വെറും 10 ദിവസം മാത്രമേ ഉള്ളൂ ഈ NFO തീരാൻ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് എന്റെ ബയോയിൽ ഞാൻ ലിങ്ക് വെച്ചിട്ടുണ്ട്. അതിൽ പെട്ടെന്ന് കയറി നോക്കിക്കോ. അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ കോൾ ബാക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. അവർ നിങ്ങൾക്ക് വിളിച്ച് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഏജന്റ് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരും. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഈ NFOയുടെ ഇൻഡെക്സിന്റെ കഴിഞ്ഞ 5ഉം 7ഉം വർഷങ്ങളിലെ വാർഷിക ശരാശരി റിട്ടേൺസ് 31.1%, 23.1%. ഇനി നിങ്ങൾ ഈ പണം കൊണ്ട് ബാങ്കിലാണ് ഇടുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോണത് 5 തൊട്ട് 6% വരെ ശരാശരി റിട്ടേൺസ് ആയിരിക്കും. അപ്പൊ ഇവിടെ എത്ര കൂടുതൽ കിട്ടുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി. മാസം വലിയ തുകയൊന്നും വേണ്ട. നിങ്ങൾക്കൊരു 2000 രൂപ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സേവിങ്സിൽ നിന്നോ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. 5 വർഷത്തെ ലോക്കിംഗ് പീരീഡ് ആണുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് മാസം അടയ്ക്കാൻ പറ്റുന്ന ഒരു തുക മാത്രം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. നിങ്ങൾ മാസം അടയ്ക്കുന്ന ഈ പണം ഉണ്ടല്ലോ, അതിന്റെ 120 ഇരട്ടി നിങ്ങൾക്ക് ലൈഫ് കവർ കിട്ടും. പിന്നെ നിങ്ങളൊരു പ്രവാസിയാണെന്നുണ്ടെങ്കിൽ മാസം 18,000 രൂപ വെച്ച് നിക്ഷേപിച്ച് നിങ്ങൾക്ക് 2 കോടി വരെ റിട്ടേൺസ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ വർഷത്തിൽ 2.5 ലക്ഷം രൂപ വരെയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം ഉണ്ടല്ലോ, അതിന് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളെല്ലാവരും ഓർമ്മപ്പെടുത്താണ്, ഈ ജനുവരി 30 വരെ, അതായത് ഇനി 10 ദിവസം കൂടി മാത്രം ഡേറ്റ് ഉള്ളൂ. നമ്മുടെ ബയോയുള്ള ലിങ്കിൽ വേഗം കയറിക്കോ. എന്നിട്ട് മാസം നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുന്ന ഒരു തുകയുടെ NFO വേഗം എടുത്തു വെച്ചോ. അതിന്റെ കൂടെ കയ്യിലുള്ള പണം സേഫ് ആയിട്ട് എവിടെ നിക്ഷേപിക്കും എന്നാലോചിച്ച് നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവർക്കെല്ലാവർക്കും ഈ റീൽ പെട്ടെന്ന് അയച്ചു കൊടുത്തോ.